അമിതമായി വിയർക്കുന്നവരാണോ നിങ്ങൾ? വിയർപ്പ് നാറ്റം മൂലം നിങ്ങൾക്ക് സ്വയമേ എവിടെന്നെങ്കിലും മാറി നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കുളിക്കാൻ ഉദ്ദേശിക്കുന്ന വെള്ളത്തിൽ കുറച്ച് തുളസിയോ അല്ലെങ്കിൽ രാമച്ചമോ ഇരുവേലിയോ നാൽപ്പാമരപ്പട്ടിയോ ഇട്ട് തിളപ്പിച്ച് ആ വെള്ളം ഉപയോഗിച്ച് കുളിക്കാൻ ശ്രമിക്കുക. വെള്ളം തിളപ്പിച്ച് കുളിക്കാനൊന്നും സമയമില്ലാത്ത ആൾക്കാരാണ് ഞങ്ങളെന്നാണെന്നുണ്ടെങ്കിൽ ഒരു പകുതി നാരങ്ങ നീര് നിങ്ങൾ കുളിക്കാൻ പോകുന്ന വെള്ളത്തിൽ പിഴിഞ്ഞ് ഒഴിച്ച് അതിൽ കുളിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരുപാട് എസെൻഷ്യൽ ഓയിൽസ് കിട്ടുന്ന കാലമാണല്ലേ. മുല്ലയുടെയോ തുളസിയുടെയോ അല്ലെങ്കിൽ പുതിനയുടെയോ രാമച്ചത്തിൻ്റെയോ ഒക്കെ എസെൻഷ്യൽ ഓയിൽസ് നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. സമയമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് താനിക്ക വാങ്ങി അരച്ച് അത് ദേഹത്തെ പുരട്ടി കുളിക്കുകയും ചെയ്യാം. അമിതമായി വിയർപ്പുണ്ടാകാതിരിക്കാൻ നിങ്ങൾക്ക് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ശാരിബാധ്യാസവമോ ചന്ദനാസവമോ അല്ലെങ്കിൽ ചന്ദ്രപ്രഭ വടികയോ ഇട്ട് എല്ലാ ദിവസവും ക്ലൈമറ്റിക്കായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. കഴിയുമെങ്കിൽ മത്സ്യമാംസാദികൾ കുറച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഉപ്പും എരിവും ലിമിറ്റഡായിട്ട് ഉപയോഗിക്കുക. ഇതും നിങ്ങൾക്ക് അമിത വിയർപ്പുണ്ടെങ്കിൽ അത് തടയാൻ സഹായിക്കും.